സ്നേഹം തോന്നിയവർ, ക്രൈസ്തവ ജീവിതത്തിൻ്റെ ഏറ്റവും കൃപ നിറഞ്ഞ ഒരു കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നോമ്പ് കാലം സഹനങ്ങളും വേദനകളും മാത്രമുള്ള സങ്കടത്തിൻ്റെ ഒരു കാലമായിട്ട് ഇതിനെ ചിന്തിക്കരുത്. സന്തോഷം പൂത്ത് തളിർക്കുന്ന ഒരു കാലമാണിത്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 21-ാം അധ്യായം 15-ാം വാക്യത്തിൽ പത്രോസിനോട് യേശു ചോദിക്കുന്നുണ്ട്, ശിമിയോൻ പത്രോസേ, നീ എന്നെ എത്രയധികം സ്നേഹിക്കുന്നെന്ന്. ഓരോ നോമ്പുകാലത്തിൻ്റെ തുടക്കത്തിലും ഈശോ നമ്മളോട് ചോദിക്കുന്നു അത് തന്നെയാണ്, നീ എന്നെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന്. നമ്മുടെ ഹൃദയത്തിൽ ഈ നോമ്പുകാലത്തിലൂടെ കടന്നു പോകുമ്പോൾ ഓരോ ദിവസവും നമ്മുടെ ഉള്ളിലുണ്ടാവുന്ന ചോദ്യം അത് തന്നെയാണ്, ഞാൻ എൻ്റെ ദൈവത്തെ എത്രത്തോളം സ്നേഹിക്കുന്നെന്ന്. ആ സ്നേഹത്തിൽ എന്തെങ്കിലും പോരായ്മ വന്നിട്ടുണ്ടെങ്കിൽ അത് നികത്തുവാനുള്ളൊരു കാലമാണ്. പത്രോസിനെ പോലെ ഈശോയെ നിന്നെ ഞാൻ സ്നേഹിക്കുന്നുവെന്ന് നീ അറിയുന്നുവെന്ന് ഓരോ ദിവസവും പറയാൻ നമുക്ക് സാധിക്കണം. എൻ്റെ ഉപവിപ്രവൃത്തികളും എൻ്റെ പ്രാർത്ഥനയും എൻ്റെ സഹനങ്ങളും നോമ്പുമെല്ലാം അതിന് ഉപകാരപ്പെടുന്നതായിരിക്കണം. കുരിശിൻ്റെ വഴി ചൊല്ലി പ്രാർത്ഥിക്കാറുണ്ട് നമ്മൾ. കുരിശിൻ്റെ വഴി ഒരിക്കലും വിലാപത്തിൻ്റെ ഗീതമല്ല, അത് സന്തോഷത്തിൻ്റെ സങ്കീർത്തനമാണ്. ദൈവം എന്നെ എത്രമാത്രം സ്നേഹിച്ചെന്ന് ഞാൻ മനസ്സിലാക്കുന്ന ഒരു സമയമാണ് കുരിശിൻ്റെ വഴി ചൊല്ലി പ്രാർത്ഥിക്കുന്ന അവസരം. അവൻ തൻ്റെ ജീവൻ നൽകി എന്നെ സ്നേഹിച്ചെന്ന് മനസ്സിലാക്കാനുള്ള ഒരു സമയമാണ്. ആ ദൈവം എന്നെ സ്നേഹിച്ചെങ്കിൽ മറ്റുള്ളവരെ കൂടുതൽ സ്നേഹിക്കാനും ആ ദൈവത്തെ കൂടുതൽ അടുത്തറിയാനും സ്നേഹിക്കാനുള്ള ഒരു സമയമായി ഈ നോമ്പുകാലം നമുക്ക് മാറണം. മറ്റുള്ള ബന്ധങ്ങളിൽ വീഴ്ചകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ, മറ്റുള്ളവർക്ക് കൊടുക്കുന്ന സ്നേഹത്തിൽ കുറവ് വന്നു പോയിട്ടുണ്ടെങ്കിൽ, എൻ്റെ ദൈവമായിട്ടുള്ള സ്നേഹത്തിൽ പോരായ്മ വന്നിട്ടുണ്ടെങ്കിൽ അത് നികത്താനുള്ളൊരു കാലമായിട്ട് ഈ നോമ്പുകാലം മാറട്ടെ. പത്രോസിനെ പോലെ പിന്നെയും പിന്നെയും ഈശോയെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നെന്ന് പറയാനുള്ള ഒരു സമയമായി ഈ നോമ്പുകാലം മാറട്ടെ. ഏറ്റവും കൃപ നിറഞ്ഞ നോമ്പിൻ്റെ ദിവസങ്ങൾ എല്ലാവർക്കും ആശംസിക്കുന്നു.